ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോസോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്യാമെന്നും എഡിറ്റ് ചെയ്യാമെന്നും അത് പ്രിൻറ്റ് ചെയ്യാമെന്നൊക്കെയുള്ള കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്ക് വേണ്ട ഇമേജസ് എന്താണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ക്യാരക്ടേഴ്സോ ഇനി അതല്ല ബാക്ക്ഗ്രൗണ്ടോ എന്തെങ്കിലും വേണമെങ്കിൽ അത് സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കുക. ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗൂഗിളിൽ നമ്മൾ റിമൂവ് BG എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വരുന്ന ഫസ്റ്റ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കാം. ഇനി ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ക്രിയേറ്റിൽ കസ്റ്റം സൈസ് എടുത്തിട്ട് അതിൽ യൂണിറ്റ്സ് ഫസ്റ്റ് തന്നെ സെൻറ്റിമീറ്റർ ആക്കി കൊടുക്കുക. അതിനുശേഷം വിഡ്ത്ത് 7.42, ഹൈറ്റ് 4.7 കൊടുത്തിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ ക്ലിക്ക് ചെയ്യുക. ഇനി ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ട ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് വലുതാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും താഴെ. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ഗാലറി എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട ഫോട്ടോ ഏതാണോ അതൊന്ന് ഈ പേജിലേക്ക് എടുത്ത് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഫോട്ടോ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം താഴെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് നെയിം സ്ലിപ്പിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ക്ലാസ്, ഡിവിഷൻ, റോൾ നമ്പർ, സബ്ജക്റ്റ്, സ്കൂള് പോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഇതേപോലെ കുറച്ച് ഡോട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഫോണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെയുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത് കുറച്ച് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് തമ്മിലുള്ള ലൈനിൻ്റെ സ്പേസ് കുറച്ച് കൂടി കിട്ടും. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ആഡ് ഹെഡിങ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് കുട്ടിയുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈലാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ നെയിം സ്ലിപ്പിൽ എക്സ്ട്രാ സ്റ്റിക്കേഴ്സോ ഫോട്ടോസോ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ ഒരു ടൈമിൽ നമുക്ക് ആഡ് ചെയ്യാം. ഗാലറിയിലാണെങ്കിൽ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ആ ഫോട്ടോസ് എടുക്കുക. അതല്ലെങ്കിൽ ക്യാൻവയിൽ തന്നെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഞാനിവിടെ ഓൾറെഡി ഒരു യൂണിക്കോണിൻ്റെ ഫോട്ടോ മുന്നേ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനത് എവിടെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു യൂണിക്കോൺ ടച്ച് ചെയ്തിട്ട് അതിൽ പൊസിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഡോട്ട്സിൻ്റെ മുകളിലായിട്ട് നമ്മുടെ യൂണിക്കോണിൻ്റെ ഫോട്ടോ വരും. ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ സെൻറ്ററിലൊക്കെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ യൂണിക്കോൺ ടച്ച് ചെയ്തിട്ട് അതിൽ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് അതൊന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഈ ചെയ്തതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്കിതിന് സേവ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് A3 സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാൻവയിൽ A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് കിട്ടുകയാണെങ്കിൽ അതെടുക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേജ് ചൂസ് ചെയ്തിട്ട് അതിലുള്ള എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിനുശേഷം ഗാലറി എടുത്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് ഈ ഒരു പേജിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ നെയിം സ്ലിപ്പിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണിക്കും. ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ നേരെ ഒരു 5 എണ്ണം നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം അതിലൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് താഴെ സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ആ 5 ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ സൈസ് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം അതിൽ തന്നെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് താഴേക്ക് 6 റോ വരുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും സെലക്ട് മൾട്ടിപ്പിൾ എടുത്തിട്ട് എല്ലാ നെയിം സ്ലിപ്പും സെലക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ PDF പ്രിൻറ്റ് ക്വാളിറ്റിയിൽ തന്നെ ഇട്ടിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്താലേ നമുക്കിത് ക്ലിയർ ഒന്നും കുറയാണ്ട് കിട്ടുള്ളൂ. ഇനി ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലേക്ക് അയച്ചിട്ട് അവരോട് സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.